രണ്ട് സുന്ദരിമണികളെ വൃത്തിയാക്കിയാലോ? അപ്പോൾ നമ്മുടെ നാട്ടിലെ കിളിമീനാണ് കേട്ടോ. ഇവിടെ ഇതിന് കിളിമീൻ തന്നെയാണ് പറയാറ്. ഇളം മഞ്ഞ കളറും പിങ്കും സിൽവറും എല്ലാ കളറും കൂടെ ലൈറ്റായിട്ട് മിക്സ് ചെയ്ത ഒരു സുന്ദരി മൊഞ്ചത്തി കുട്ടിയാണ് കേട്ടോ ഇവൾ. അപ്പോൾ ഇന്ന് ഇവളെ ഒന്ന് നമുക്ക് റെഡിയാക്കിയാലോ? ആദ്യമേ തന്നെ പറയട്ടെ, ഇതിൻ്റെ വീഡിയോയിൽ കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമായിരിക്കും കാണിക്കുന്നത്, അല്ല എടുക്കാതിരുന്നതല്ല കേട്ടോ. ഞാൻ ക്യാമറ ഓഫ് ആയത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു റെഡ് സ്നാപ്പറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിന് നല്ല റെഡ് കളറാണ്. അപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, അത് നമ്മുടെ കിളിമീനാണ്. പക്ഷേ അതല്ല കേട്ടോ കിളിമീൻ, അത് റെഡ് സ്നാപ്പർ അഥവാ ഉണ്ണിമേരി എന്നാണ് വേറൊരാൾ എന്നോട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊന്നുമല്ല, ഇത് നമ്മുടെ കിളിമീൻ തന്നെയാണ് കേട്ടോ. ആ സൈഡിലെ ചിറകൊക്കെ മുറിക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള പോലെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഞാനിതിനെ ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ സൈഡിലെ ചിറകൊക്കെ ഇവിടെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വലിയ ചെതുമ്പലാണ് കേട്ടോ ഈ സുന്ദരിക്ക്. അതുകൊണ്ട് നമുക്ക് ഇതിന് ചെതുമ്പലൊക്കെ തെറിക്കാതെ വെള്ളത്തിനകത്ത് തന്നെ വെച്ച് ക്ലീൻ ചെയ്യണം. വെള്ളത്തിനകത്തൊന്നും ഒതുങ്ങത്തില്ല, ചട്ടിക്കകത്ത് ഒതുങ്ങത്തില്ല. എങ്ങനെയെങ്കിലും അതിനകത്ത് വെച്ച് അല്ലെങ്കിൽ കവറിനകത്തിട്ട് പൊളിക്കേണ്ടി വരും. കവറിനകത്ത് പൊളിച്ചാൽ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളത്തിനകത്ത് വെച്ച് തന്നെ പൊളിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ചിറകൊക്കെ ഇച്ചിരി മുറിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മൂർച്ചയല്ലാത്ത കത്രികയാണെങ്കിൽ നമ്മൾ പിച്ചാത്തി ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ കിളിമീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് ഇച്ചിരി വലുപ്പം കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ നാട്ടിലെ കിളിമീനൊക്കെ ഒരു ഇച്ചിരി കൂടെ ചെറുതാണ്. പിന്നെ ഇവിടെ ഇതിന് കിളിമീൻ തന്നെയാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ രണ്ടെണ്ണത്തിനും കൂടെ 1 റിയാലാണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 250-270 രൂപ വരും. അപ്പോൾ ഈ കിളിമീനെ ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ളത് വറുത്തിട്ടാണ്. കറി വെച്ചത് അങ്ങനെ കഴിച്ചായിട്ട് എനിക്ക് അധികം ഓർമ്മയില്ല. മമ്മി കൂടുതലും വറക്കാറാണ് പതിവ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പിള്ളേർക്ക് കൂടുതലും വറുത്ത മീനുകളോടായിരുന്നു താല്പര്യം കൂടുതൽ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. പിന്നെ കറി വെച്ചാൽ ഇവിടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നും പറയുന്ന പോലെ തന്നെ ഇവിടെ കിട്ടിയേക്കുന്ന മീൻ ഫ്രഷാണ്. അതുകൊണ്ട് തന്നെ വെട്ടുന്നതിന് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാതെ ചീഞ്ഞ മീനാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ തന്നെ അത് പിന്നെ ഒന്നിനും കൊള്ളാത്ത രൂപത്തിലെത്തും. പക്ഷേ ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ഈ ചെതുമ്പലെടുക്കുക എന്നുള്ളതായിരുന്നു. ചെതുമ്പലെടുക്കുന്നതും അത്ര വലിയൊരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കിയുള്ള മീൻ്റെയൊക്കെ ചെതുമ്പലെടുക്കുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടി ഈസി ആയിരുന്നു കേട്ടോ ഇവിടെ ചെതുമ്പലെടുക്കാൻ വേണ്ടിയിട്ട്. കാര്യമറിച്ചിനിടെ ഇവരെ രണ്ടുപേരെ ഞാൻ വെട്ടി പിന്നെയും സുന്ദരികളാക്കി നല്ലവണ്ണം കഴുകി ഉപ്പും വിനെഗറും ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാനുള്ളൊരു മസാലയും കൂടെ തേച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നാളെ എടുത്ത് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മസാലയ്ക്ക് സാധാരണ മസാലപ്പൊടി തന്നെയാണ് ഇടുന്നത്. നമ്മുടെ മഞ്ഞൾ പൊടിയും ഉപ്പും പിന്നെ മുളക് പൊടിയും വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും ഇടും കേട്ടോ. ഇത് നാളെ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വറക്കാൻ വേണ്ടി വേറെ 2 മീൻ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ മസാല തേച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നുണ്ട്. ഇച്ചിരി കൂടെ മസാല പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെക്കേണ്ടതാണെങ്കിൽ തലേദിവസം നമ്മൾ മസാല തേച്ച് വെക്കണം. നോൺ വെജ് എല്ലാം തന്നെ അങ്ങനെ മസാല തേച്ച് വെക്കുമ്പോൾ നല്ലവണ്ണം മസാല പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.